ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ വളരെയധികം ഉപകാരപ്പെടുന്ന ഒന്ന് തന്നെയാണ് നമ്മുടെ കുക്കർ. ഇതില്ലാതെ വീട്ടമ്മമാരുടെ ജോലികൾ നടക്കില്ല എന്ന് തന്നെ പറയാം. നമ്മുടെ ജോലികൾ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് വളരെയധികം സഹായിക്കുന്ന ഒന്ന് തന്നെയാണ് കുക്കർ. എന്നാൽ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ വലിയ അപകടം വരുന്നതും അതിൽ നിന്ന് തന്നെയായിരിക്കും. എന്നാൽ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ വർഷങ്ങളോളം കേടാവാതെയും സേഫായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഫസ്റ്റ് കുക്കറിൻ്റെ മൂടിയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിലേക്ക് മുഴുവനായിട്ട് വെള്ളം ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, വെള്ളം നല്ല ഫ്ലൂവൻ്റ് ആയിട്ട് ആ ഹോൾസിലൂടെ പോകുന്നുണ്ട്. വല്ല അടപ്പോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വെള്ളം തുള്ളിയായിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതിൻ്റെ ഉള്ളിൽ യാതൊരു അടപ്പും തന്നെ ഇല്ല. നമ്മൾ കുക്കറിൽ ചെറിയ അരി പരിപ്പൊക്കെ വേവിക്കുന്ന സമയത്ത് അതിൻ്റെ ഹോൾസിലൂടെയൊക്കെ അതിൻ്റെ ചെറിയ ചെറിയ പാർട്ടിക്കിൾസൊക്കെ പോയി അടയാനുള്ള സാധ്യത ഉണ്ട്. ആ സമയത്താണ് ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ നമ്മൾ കുക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് നന്നായിട്ട് വിസിലും അതുപോലെ തന്നെ കുക്കറിൻ്റെ മൂടിയൊക്കെ നന്നായിട്ട് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ വെച്ച് കൊടുക്കുക. അതുപോലെ തന്നെ മെയിനായിട്ട് നമ്മൾ ചെക്ക് ചെയ്യേണ്ട ഒന്ന് തന്നെയാണ് കേട്ടോ വാസർ ലൂസ് ആവുകയാണെങ്കിൽ ആവിയൊക്കെ പുറത്തേക്ക് പോകും. വിസിലടിക്കാൻ വേണ്ടിയിട്ട് കുറേ ടൈമാവും. നമുക്ക് എത്ര ടൈം വേണം ഒരു ഫുഡ് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് എന്നുള്ളത് പോലും അറിയാത്തൊരവസ്ഥയായിരിക്കും. അതുപോലെ തന്നെ ഗ്യാസും ചിലവാകും, സമയവും കൂടുതലെടുക്കും. നമ്മൾ കുക്കറൊക്കെ യൂസ് ചെയ്യുന്നത് തന്നെ നമ്മളുടെ ജോലികൾ എളുപ്പത്തിൽ തീർക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് കുക്കർ കൊണ്ട് യാതൊരു യൂസും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഇതുപോലെയൊക്കെ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് കുക്കർ അതിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് കറക്റ്റായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ കേട്ടോ. നമ്മൾ കുക്കർ അടുപ്പിൽ വെക്കുന്ന സമയത്ത് ആവിയൊക്കെ പുറത്തേക്ക് പോകുന്നതായിട്ട് കാണാം. അപ്പോൾ നമ്മൾ ആ വാസർ ഒന്ന് ഊരിയെടുത്തതിന് ശേഷം ജസ്റ്റ് റണ്ണിങ് വാട്ടറിലൊന്ന് കാണിച്ചാൽ ഒന്ന് തണുത്ത് കിട്ടും. അതുമൂലം നമ്മുടെ വാസർ കുറച്ച് സമയത്തേക്ക് നല്ല ടൈറ്റായിട്ട് നമുക്ക് കിട്ടും. പിന്നെ അതുപോലെ തന്നെ മുടിയിലേക്ക് വെച്ച് ചേർത്തിട്ട് നമുക്ക് കുക്ക് ചെയ്യേണ്ട ഐറ്റംസ് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഞാൻ ചിലപ്പോഴൊക്കെ ചെയ്ത് നോക്കുന്ന സംഭവമാണ് ഇട്ടത്. എനിക്ക് ചിലപ്പോഴൊക്കെ വിസിൽ വന്ന് കിട്ടാറുണ്ട്. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആവി പുറത്തേക്ക് വരുമ്പോൾ ചെയ്യാൻ പറ്റിയ ഐഡിയയാണ് ഞാനിപ്പോൾ പറഞ്ഞു തന്നത്. അപ്പോൾ കുക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, വാസർ ലൂസാണ് എന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് നേരം ഫ്രീസറിൽ വെച്ചെടുത്തതിന് ശേഷം നിങ്ങൾ യൂസ് ചെയ്യുക. അല്ലെങ്കിൽ കുറച്ച് നേരം ഐസ് വാട്ടറിലൊന്ന് ഇട്ട് വെച്ചാലും മതി കേട്ടോ. ഇപ്പം ഞാനിവിടെ എൻ്റെ വാസർ ലൂസൊന്നുമല്ല. നിങ്ങളുടെ വാസർ ലൂസാണ് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഈ ഐഡിയ നിങ്ങൾക്ക് പ്രയോഗിച്ച് നോക്കാവുന്നതാണ്. ഇതുപോലെ റബ്ബർ ബാൻഡ് എടുത്തതിന് ശേഷം വാസറിൻ്റെ രണ്ട് സൈഡിലായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. വളരെ പെട്ടെന്ന് നമുക്ക് ഇട്ട് കൊടുക്കാനും പറ്റും. ഒന്ന് വലിച്ചാൽ തന്നെ നമുക്ക് അത് റിമൂവ് ചെയ്തെടുക്കാനും വേണ്ടിയിട്ടും പറ്റും കേട്ടോ. അപ്പോൾ രണ്ട് സൈഡിൽ ഞാൻ ഓരോരോ റബ്ബർ ബാൻഡ് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ വാസർ നല്ല ടൈറ്റായിട്ട് കിട്ടും. അതുപോലെ നമുക്ക് ഫുഡൊക്കെ വളരെ പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും കേട്ടോ. അതുപോലെ തന്നെ നമ്മളുടെ കുക്കറിൻ്റെ കൈപ്പടി ലൂസാണ് എന്ന് തോന്നുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ടൈറ്റാക്കി കൊടുക്കുകയാണെങ്കിലും അതിലൂടെ ആവിയൊന്നും പുറത്തേക്ക് പോവില്ല. അപ്പോൾ നിങ്ങളുടെ കുക്കർ വിസിലടിക്കുന്നില്ലെങ്കിൽ ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് 100% റിസൾട്ട് കിട്ടും. ഞാനിതൊക്കെ പരീക്ഷിച്ച് നോക്കിയിട്ട് റിസൾട്ട് കിട്ടിയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ രണ്ട് സൈഡിൽ ഞാൻ റബ്ബർ ബാൻഡ് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. വളരെ പെട്ടെന്ന് നമുക്കിത് ഊരാനും ഇടാൻ വേണ്ടിയിട്ടും പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയല്ലോ എന്ന് ഫീഡ്ബാക്ക്സ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഞാൻ രണ്ട് സൈഡിലും ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നമ്മളുടെ കുക്കറിൻ്റെ മൂടിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് വെച്ച് കൊടുക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ടാവും, നന്നായിട്ട് ടൈറ്റായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. നമ്മൾ കുക്കർ യൂസ് ചെയ്യുമ്പോൾ കൂടുതലായിട്ടും ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് നമ്മളുടെ വിസിൽ. അതിൻ്റെ ഉള്ളിൽ വല്ല ഫുഡിൻ്റെ ഐറ്റംസൊക്കെ തങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ വലിയൊരു അപകടം തന്നെ വരുന്നതാണ്. നമ്മുടെ കുക്കറിൻ്റെ ഉള്ളിൽ ഫുള്ളായിട്ട് ടെമ്പറേച്ചർ അടിഞ്ഞു കൂടുകയും അതുമൂലം പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളുടെ അഴുക്കുള്ള വിസിലൊക്കെ എങ്ങനെ ക്ലീൻ ചെയ്യാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ടൊരു സൊല്യൂഷൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മുഖത്തിടുന്ന പൗഡർ കുറച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് കല്ലുപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് ചൂടായ വെള്ളം ഞാൻ ഈ പൗഡറിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചൂടുവെള്ളം ആയതുകൊണ്ട് തന്നെ പൗഡർ നന്നായിട്ട് മെൽറ്റ് ആവുകയും ചെയ്യും, കല്ലുപ്പൊക്കെ പെട്ടെന്ന് അരിഞ്ഞ് കിട്ടുകയും ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ചൂടുവെള്ളം യൂസ് ചെയ്തിട്ടുള്ളത്. പൗഡർ നല്ലൊരു ക്ലീനിങ് ഏജൻ്റ് ആണ്, അതുകൊണ്ടാണ് പൗഡർ യൂസ് ചെയ്തിട്ടുള്ളത്. പൗഡർ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് പൗഡർ തന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ കുറച്ച് സമയം വെച്ച് കൊടുക്കുമ്പോൾ നമ്മളുടെ ഉപ്പൊക്കെ നന്നായിട്ട് അലിഞ്ഞ് വന്നിട്ടുണ്ട്. കൈ കൊണ്ട് തൊടാനൊന്നും പറ്റില്ല, അത്രയ്ക്ക് നല്ല ചൂടുണ്ട് കേട്ടോ. ഇനി ഞാൻ
വിസിലാണ് എടുക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് വിസിൽ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ടാകും, കുറേ ദിവസമായിട്ട് ഞാനിത് ക്ലീൻ ചെയ്തിട്ടേ ഇല്ല. ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ നമ്മളിത് ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രം യൂസ് ചെയ്യാം കേട്ടോ. ഇത് ഞാൻ യൂസ് ചെയ്യാതെ വെച്ചിരുന്ന വിസിലായിരുന്നു കുറച്ച് ദിവസം മുമ്പ്. അപ്പോൾ ഇതെങ്ങനെയാണ് ക്ലീൻ ആക്കി എടുക്കാമെന്ന് നോക്കാം. ഇതിലേക്ക് ഞാൻ നന്നായിട്ട് അഴുക്ക് പിടിച്ചിട്ടുള്ള വിസിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നന്നായിട്ട് അഴുക്ക് പിടിച്ചിട്ടുള്ള വാസർ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. വിസിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും നന്നായിട്ട് അഴുക്കുണ്ട്. ഇങ്ങനെ നമ്മൾ ചുടുവെള്ളത്തിൽ ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് തന്നെ അഴുക്കൊക്കെ പെട്ടെന്ന് നമുക്ക് കൈ കൊണ്ട് തന്നെ റിമൂവ് ആക്കാൻ പറ്റിയ പാകത്തിൽ കിട്ടും കേട്ടോ. ഇനി ഈ വാസറിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് ഫുഡ് ഐറ്റംസൊക്കെ ഒട്ടി പിടിച്ചിട്ടുണ്ട്, അത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഇത് ഞാൻ ആ ചൂടുവെള്ളത്തിലേക്ക് തന്നെയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നമ്മളുടെ മൂടിയിലും ഒക്കെ നന്നായിട്ട് അഴുക്കുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കുക്കറിൻ്റെ മൂടിയിലുള്ള സ്ക്രൂ ടൈറ്റ് ആണോ അല്ലയോ എന്ന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യണം കേട്ടോ. അതുമൂലം നമുക്ക് കുറേ ആവി പുറത്തേക്ക് പോകുന്നതാണ്. അപ്പോൾ നമുക്കൊരു 10 മിനിറ്റ് ഈ സൊല്യൂഷനിലൊന്ന് ഇട്ട് വെച്ചതിന് ശേഷം നോക്കാം കേട്ടോ. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനൊന്ന് കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്നാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടാകും. കൈ വെച്ചാക്കി കൊടുക്കുമ്പോൾ തന്നെ അഴുക്കൊക്കെ നന്നായിട്ട് പോയി കിട്ടുന്നുണ്ട്. ഇനി ഞാൻ ബ്രഷ് വെച്ചിട്ടും ജസ്റ്റ് ഒന്ന് ഉരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉരച്ച് കൊടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് ക്ലീനായി വന്നിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ ഉള്ളിൽ നന്നായിട്ടൊന്ന് ബ്രഷ് ഇട്ട് ഉരയ്ക്കുന്നുണ്ട്. നമ്മളുടെ വാസറും ഉരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ കുറച്ച് സമയം ചുടുവെള്ളത്തിൽ ഇട്ട് കൊടുത്തുകൊണ്ട് തന്നെ അഴുക്കൊക്കെ നന്നായിട്ട് നമുക്ക് പോയി കിട്ടുന്നുണ്ട്. പിന്നെ വേറൊരു സൊല്യൂഷൻ നമ്മളിതിലേക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും നന്നായിട്ട് ക്ലീനായി വന്ന്. വെള്ളത്തിൻ്റെ കളറ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും അഴുക്കൊക്കെ നന്നായിട്ട് ആ വെള്ളത്തിലേക്ക് അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ വാസറും വിസിൽ നന്നായിട്ട് ക്ലീനായി വന്നതിന് ശേഷം ആ വെള്ളമൊന്ന് ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് ഐസ് ക്യൂബ്സ് ആണ് കേട്ടോ. ഐസ് ക്യൂബ്സ് എന്തിനാണ് ഇട്ട് കൊടുത്തതെന്ന് വെച്ചാൽ നമ്മുടെ വാസറൊക്കെ ലൂസ് ആവുകയാണെങ്കിൽ ഇതുപോലെ നമ്മൾ കുറച്ച് സമയം ഐസ് ക്യൂബ്സിൽ ഇട്ട് വെച്ചാൽ മതി. അതുപോലെ തന്നെ നമ്മളുടെ മിക്സിയുടെ വാസർ ലൂസ് ആണെങ്കിലും ഇതുപോലെ ചെയ്ത് നോക്കാവുന്നതാണ്. രണ്ടിന് നല്ല റിസൾട്ട് തന്നെ കിട്ടും കേട്ടോ. ചിലപ്പോഴൊക്കെ നമ്മൾ കുക്കറിൽ ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് അടിയിൽ പിടിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ എത്ര കഴുകിയാലും അതിൻ്റെ അടയാളങ്ങളൊന്നും പോയി കിട്ടില്ല. അതുപോലെ അടിയിൽ പിടിച്ചൊരു കുക്കറാണ് ഇട്ടത്. അത്യാവശ്യം നല്ല കറയൊക്കെ ഉണ്ടായിരുന്നു. അത് വെള്ളം പോലും ഉപയോഗിക്കാതെ വളരെ എളുപ്പത്തിൽ ക്ലീൻ ചെയ്യാൻ പറ്റിയ നല്ലൊരു കിടിലൻ ഐഡിയ ഞാനിവിടെ കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് കറയുള്ള കുക്കറിലേക്ക് ഞാൻ കുറച്ച് കല്ലുപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് കുറച്ച് ഡിഷ് വാഷ് ലിക്വിഡും കൂടെ ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഒരു സ്റ്റീൽ സ്ക്രബ്ബർ ഉപയോഗിച്ച് ഇതുപോലെ നമുക്കൊന്ന് ഉരച്ചു കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാകും ഒരു തുള്ളി പോലും വെള്ളം ഞാനിതിലേക്ക് യൂസ് ചെയ്തിട്ടില്ല. അത്യാവശ്യം നല്ലൊരു കറയുള്ള കുക്കർ തന്നെയായിരുന്നു. ഇപ്പോൾ കറകളൊക്കെ നന്നായിട്ട് പോയി കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ബാക്ക് സൈഡിലും അത്യാവശ്യം കറയുണ്ടായിരുന്നു. അതും ഞാൻ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. തുള്ളി പോലും വെള്ളം യൂസ് ആക്കാതെയാണ് ഞാനിവിടെ ക്ലീനാക്കി എടുക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ടാകും കറയൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് കഴുകിയും കൂടെ കാണിച്ചു തരാം. ഇപ്പോൾ കഴുകിയതിന് ശേഷം നിങ്ങൾക്ക് കുക്കറിൻ്റെ ഉള്ളിൽ കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ടാവും നന്നായിട്ട് കറകളൊക്കെ പോയി നല്ലതായിട്ട് വെട്ടിത്തിളങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ കുക്കറിൻ്റെ മൂടി ഞാനൊന്ന് ക്ലീനാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ചില സമയത്തൊക്കെ നമ്മളുടെ കുക്കറിൻ്റെ ഉള്ളിൽ കറുപ്പ് കളറിലുള്ള അടയാളങ്ങളോ കുത്തുകളോ ഒക്കെ വരാറുണ്ട്. എങ്ങനെയാണ് വരുന്നത് വെച്ചാൽ നമ്മൾ പുളിയുള്ള കറികൾ, സാമ്പാർ, മോരുകറി അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ അത് കുക്കറിൽ തന്നെ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ അതിൻ്റെ പുളി കാരണം നന്നായിട്ട് കുക്കറിലൊക്കെ അതുപോലുള്ള പുള്ളികളൊക്കെ വരാറുണ്ട്. എന്നാൽ നമ്മൾ അത് ഇങ്ങനെയുള്ള കറികളൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെക്കുകയാണെങ്കിൽ നമ്മുടെ കുക്കറിന് അതുപോലുള്ള പുള്ളികളോ ഒരു കാര്യങ്ങളും വരില്ല. പുള്ളികളൊക്കെ വരികയാണെങ്കിൽ കുറേ കാലങ്ങൾക്ക് ശേഷം അത് ഓട്ടയാവാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ കറിയൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം അത് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെച്ച് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ കുക്കർ നമ്മൾക്ക് എത്ര കാലം വേണമെങ്കിലും കേട് കൂടാതെ പുത്തനായിട്ട് തന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ വിസിൽ യൂസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് അതിൻ്റെ ഹോൾസിലൊക്കെ എന്തെങ്കിലും അടഞ്ഞിട്ടുണ്ടോ എന്ന് ഒരു ടൂത്ത് പീക്കോ അല്ലെങ്കിൽ ഈർക്കളോ ഇതുപോലുള്ള കമ്പിയോ വെച്ച് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്കത് അറിയാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് അതിൻ്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ അതും നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കുന്നത് മൂലം റിമൂവ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ടും പറ്റും.
ഇതുപോലുള്ള കുക്കറിൻ്റെ വിസിലാണെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് പാർട്സായിട്ട് ഊരിയെടുത്തിട്ട് ക്ലീൻ ആക്കാം കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ കുക്കറിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് നമ്മുടെ ഈ സേഫ്റ്റി വാൾവ്. ഇതിലെന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്നും ആവി പുറത്തേക്ക് വരികയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മളത് ചെക്ക് ചെയ്ത് അത് മാറ്റേണ്ട ആവശ്യമുണ്ട്. വലിയ അപകടങ്ങളൊക്കെ ഒഴിവാക്കാൻ നമ്മളുടെ ഈ സേഫ്റ്റി വാൽവ് നമുക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒന്ന് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് നമ്മൾ കുക്കറിൻ്റെ മൂടിയിലും ഇതുപോലുള്ള ഈ ഹോൾസ് ഉണ്ടാവില്ല, അതിലും നമുക്ക് ഇതുപോലെ കമ്പി ഇട്ടതിന് ശേഷം എന്തെങ്കിലും അടപ്പുകളോ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇങ്ങനെയൊക്കെ നമ്മൾ ചെക്ക് ചെയ്തതിന് ശേഷം ഫുഡൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് യാതൊരു പേടിയും ഇല്ലാതെ തന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അതുപോലെ തന്നെ നമ്മളുടെ പിടികളൊക്കെ ലൂസ് ആവുകയാണെങ്കിൽ ഇതുപോലെ ചാർജറിൻ്റെ കമ്പി ഉണ്ടെങ്കിൽ ജസ്റ്റ് ആ സ്ക്രൂവിലൊന്ന് ചുറ്റി കൊടുത്തതിന് ശേഷം ടൈറ്റാക്കി കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് ടൈറ്റായിട്ട് അവിടെ ഇരുന്നോളും. ഇപ്പം എൻ്റെ കുക്കറിൻ്റെ മൂടി ലൂസൊന്നുമല്ല, ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു എന്ന് മാത്രം. അതുപോലെ തന്നെ ഇങ്ങനെ നമ്മൾ കുക്കറിൽ എന്തെങ്കിലുമൊക്കെ ഫുഡ് ഐറ്റംസ് വെക്കുന്ന സമയത്ത് തിളച്ച് പോകാനുള്ള സാധ്യതയുണ്ട്. അത് ഒഴിവാക്കാനുള്ള നല്ലൊരു കിടിലൻ ഐഡിയയാണ് ഞാനിവിടെ കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ കുക്കറിൻ്റെ മൂടിയിൽ കുറച്ച് വെളിച്ചെണ്ണയൊന്ന് തൂത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ തൂത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു തുള്ളി പോലും പുറത്തേക്ക് പോകില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് വെന്ത് കിട്ടുകയും ചെയ്യും. നമ്മുടെ ജോലിയും സമയം ഒക്കെ എളുപ്പമാവുകയും ചെയ്യും. ഇത് തിളച്ച് പൊന്തുകയാണെങ്കിൽ കുക്കർ ക്ലീൻ ചെയ്യണം, ഗ്യാസ് സ്റ്റോവ് ക്ലീൻ ചെയ്യും, അതൊരു വലിയ പണി തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം സാമ്പാർ അടുപ്പിൽ വെച്ചിരുന്നു, ഒരു തുള്ളി പോലും പുറത്തേക്ക് തൂവിപ്പോയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്കും നല്ല റിസൾട്ട് തന്നെ കിട്ടും കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ കുക്കറിൽ ചോറ് വയ്ക്കുന്ന സമയത്ത് മുഴുവനായിട്ടും ഇട്ട് വെള്ളം ഒഴിച്ച് വേവിച്ച് കൊടുക്കാതിരിക്കുക. ഇങ്ങനെ ഹാഫ് ഭാഗം വരെ വെള്ളം ഒഴിച്ചിട്ട് കുക്കർ അടച്ചു വെച്ച് ഒരു വിസിൽ വരുന്നത് വരെ മാത്രം നമ്മൾ വേവിച്ചെടുത്ത അടുപ്പിൽ വേവിച്ചുണ്ടാക്കിയതുപോലെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ.